യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കരുത്. കാരണം യൂറോപ്യൻ കക്കൂസിൽ ഇരുന്നാൽ മലം വയ്ക്കും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവും. മലം പോകണമെങ്കിൽ നിന്റെ 2 മസിലുകളും ഒന്നിച്ച് കിടക്കണം. ഇപ്പം മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്ന ഒരാൾ യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കാം? ഒരു കസേര എടുക്കൂ. അപ്പൊ യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കുന്നവൻ്റെ ഇരുത്ത് എങ്ങനെ പറയും? യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കുന്നവൻ തന്നെ മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്ന രീതി ഇതല്ല. അങ്ങനെ എനിക്ക് ഇരിക്കാൻ എനിക്ക് 100 വയസ്സാണ്. ഇതന്നെ എന്ത് വ്യത്യാസമുള്ളത്? ഇപ്പൊ യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കരുതല്ലേ? പത്രം വായിച്ചിരിക്കാനൊക്കെ നല്ല സുഖമാണ്. ചില പത്രം കൊണ്ടാണ് എടുക്കുക. മൊബൈൽ നന്നായി. മൊബൈലിൽ ഏകദേശം റീൽസൊക്കെ ഇവിടുന്ന കാണുക. സുഖമാണല്ലോ കസേര. അങ്ങനെ വല്ലാതെ പോകാനൊന്നും ഉണ്ടാവില്ല. ഇതല്ലല്ലോ പടച്ചോന് വയറ്റിന്ന് പോകാനും മനുഷ്യൻ അള്ളാഹുത്തലാൻ്റെ വള്ളമില്ലേ? നമുക്ക് ശരിക്കും ചെയ്യാം. വയറ്റിന്ന് പോണ ഇരുത്തം ഇങ്ങനല്ലേ? വയറ്റിന്ന് പോകത്ത് ഒന്നും കൂടി പറഞ്ഞു മനസ്സിലായില്ലേ? മനസ്സിലാണ് പറഞ്ഞത്. ഈ കാല് നിരത്ത് പൂർണ്ണമായി വെച്ച്, മനസ്സിലായില്ലേ? അതല്ലേ കാല് പൂർണ്ണമായി വെച്ചിട്ടുള്ള ഇരുത്താണല്ലോ. പൂർണ്ണമായി കാല് വെച്ചിട്ടുള്ള ഇരുത്താണല്ലോ എന്തിൻ്റെ ഇരുത്തം? മലം പോകേണ്ട ഇരുത്തങ്ങനല്ലേ? അപ്പൊ 2 മസിൽ തമ്മിൽ കൂടും. ഏതൊക്കെ 2 മസിൽ? ഈ മസിലും ഈ മസിലും. ഈ മസിലിന് അതൊരു വ്യായാമമാണ്. ഈ മസിൽ ഒന്ന് ചേരും. അപ്പോൾ മനസ്സിലാണ്ട് പറഞ്ഞത് ഒരല്പം ഇടഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുക. അപ്പം വയറ് പൂർണ്ണമായി ഫ്രീ ആയിട്ട് പോകും. ഇന്ന് നമ്മളെ ഭൂരിപക്ഷം യുവാക്കൾക്ക് എന്തേ പറ്റൂ? യൂറോപ്പിനെ പറ്റി നന്നാവൂല, ഇത് ചാകണവരെ നന്നാവൂല. അതില്ലാത്ത വീടില്ല. ഇപ്പൊ ഈ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ കക്കൂസിൽ പോവാറുള്ളത് പുറത്തെ കക്കൂസിലാണ്. അകത്തെ കക്കൂസ് പിന്നെ നാടൻ കക്കൂസ് ഇല്ലായല്ല, അത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാതെ ഞാൻ പുറത്തെ പോവാം. അവിടെ യൂറോപ്പിനില്ല. എന്താ അതിൻ്റെ സുഖം? ഏത് നാട്ടപ്പതിലാണെങ്കിൽ ഞാൻ ആ കക്കൂസ് പോകാൻ എനിക്കിഷ്ടം. കാരണം ഇത് നാടനാണ്. അപ്പൊ ഈ മസിൽ തമ്മിൽ ചേരും. ഈ മസിൽ തമ്മിൽ ചേർന്ന അതാണ് പഠിച്ചോൻ എന്നുള്ള നാച്ചുറൽ സിസ്റ്റമാണത്. യൂറോപ്യൻ കക്കൂസ് ഇരുന്നാൽ മലം ബാക്കിയാവും. മനസ്സിലാണ്ട് പറഞ്ഞത്? മലം ബാക്കിയാവും. ഇത് നല്ലപോലെ മലം പോവും. പഠിച്ചോ എന്തൊക്കെ ഈ 2 മസിൽ തമ്മിൽ ചേരും. പിന്നെ മനസ്സിലായില്ലേ? ഈ ഇരിക്കുന്ന വയറ് ഒട്ടിക്കിടക്കും. അപ്പൊ എന്ത് ഇവര് ഈ സ്വാഭാവികമായ ഒരു ജാമ് വരും. സ്വാഭാവികമായി ജാമാവും. എന്ത് കുടല് ജാമാവും. അപ്പൊ എന്താവും? പുറത്തേക്ക് പൂർണ്ണമായി പോവും. യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കേ ചെയ്യരുത് പൊന്നാര കുട്ടികളെ. ഇതൊക്കെ ഒന്ന് പഠിക്കുക. യൂറോപ്യൻ കക്കൂസിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അവർക്ക് വേസ്റ്റ് ബാക്കിയാവും. ഇത് നാച്ചുറൽ സിസ്റ്റത്തിനെതിരാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? പൂർണ്ണമായി ഇപ്പം ഞാൻ കക്കൂസിരിക്കുന്ന ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഈ നീളം കുപ്പായൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ പൂർണ്ണമായി അവരങ്ങേറ്റത് ഈ ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുക, പടിഞ്ഞായിരിക്കുക. അപ്പം 2 കാലും മനസ്സിലല്ലേ? നമ്മളെ എല്ലാ 2 കാലും ഈ കാലിന് ബലം വരും. ഏത് കാലിന്? അടിക്കാലിന്. നിന്റെ എല്ലാ നാഡീബന്ധങ്ങൾ കൂട്ടിക്കെട്ടിയ ഒരു സ്ഥലമാണ് ഇതും. അപ്പൊ ഇത് അമരും. യൂറോപ്യൻ കക്കൂസിൽ ഇതിന് ആട്ടിക്കുത്തിക്കാം. ഇതിന് അമരുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായി? എന്താ ഇവിടൊക്കെ എത്തി? ചില ആളുകൾ വലുപ്പത്തരം പറയും. എന്ത് ഞാൻ യൂറോപ്യൻ ഉണ്ടെങ്കിൽ പോകൂല. ഇജ്ജ് പോകണ്ട. ചാകണവരെ എന്നെ കക്കൂസിന് അവസാനം എന്നെ മയ്യത്ത് കുളിപ്പിക്കണം കൊടുക്കും. കാരണം ഇതിന് ഒരുപാട് തീട്ടം പോകാണ്ടാവും. കുറെ കൊല്ലങ്ങളായുള്ള കറുത്ത തീട്ടം അവിടെ ബാക്കിയുണ്ടാവും. മനസ്സിലായില്ലേ? യൂറോപ്പിന് പോയിരുന്ന ആളാണെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കാൻ കാണാൻ പായണ്ട. കാരണം എൻ്റെ മൂക്ക് പൊത്തിയാൻ ചെയ്യുന്ന കാര്യം ആ ജാതി കറുത്ത തീട്ടം ബാക്കിയിട്ടുണ്ട് അവിടെ. ആ ജാതി അവൻ്റെ മയ്യത്ത് യൂറോപ്യനിൽ പോകുന്നവൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടും.
മറ്റേ നാടൻ കക്കൂസ് പോണ ഒരാളെ സംബന്ധിച്ചിടത്തോളം മയ്യത്തിന് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ശരിക്കും വയറ്റിന്ന് പോകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അമരുന്നത് എവിടെയാണ്? ബോഡി മൊത്തം എവിടെ അമരും? ബോഡി മൊത്തം എവിടെയാണ് അമരുക? കാലിൽ അമരും. കാലോ? നിന്റെ മൊത്തം കോശങ്ങൾ, നിന്റെ ശരീരം, നിന്റെ നാഡീഞരമ്പുകൾ മൊത്തത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാണ്? അതുകൊണ്ടാണ് ചെരുപ്പില്ലാതെയും കുറച്ച് നേരം മനുഷ്യൻ നടക്കണം. ചെരുപ്പില്ലാതെ നടക്കണം. എന്തുകൊണ്ട്? ചെരുപ്പിൻ്റെ സുഖം എപ്പോഴും വേണ്ട, ചെരുപ്പില്ലാതെ നടക്കണം. കാരണം ഞരമ്പുകൾ ഉണരും. ഇത് ആ ഞരമ്പുകൾ ഉണരുന്നു സംഭവിക്കും. ഈ വെയിറ്റ് മുഴുവനും എവിടേക്ക് വരും? കാൽ വരും. അതുകൊണ്ട് എല്ലാ നാഡീവ്യൂഹങ്ങളും ഉണരും. അപ്പൊ പോകേണ്ട വേസ്റ്റുകൾ പൂർണ്ണമായും പോകും. യൂറോപ്യൻ കക്കൂസിൽ ഒരിക്കലും ഇരിക്കരുത്. അത് നമ്മുടെ സിസ്റ്റം അല്ല. യൂറോപ്യൻ സിസ്റ്റമാണ്, നമ്മുടെ സിസ്റ്റേ അല്ല. അത് നമ്മളെ സിസ്റ്റം അല്ല. നമ്മുടെ സിസ്റ്റം ആ പഴയ കോലത്തിൽ തന്നെ ഇരിക്കണം. വേസ്റ്റ് പൂർണ്ണമായി പോകണം. അത് പോയി ആ കക്കൂസിലിരുന്ന്, നാടൻ കക്കൂസിലിരുന്ന് കഴുകി വൃത്തിയാക്കി വന്ന ഒരു സന്തോഷം, വല്ലാത്തൊരു സന്തോഷം. മനസ്സിലാണ് പറഞ്ഞത്? എന്താ ഒക്കെ പോയി, വയറൊക്കെ ഒന്ന് തടവിയൊക്കെ ഒന്നും ബാക്കിയുണ്ടാവും. അൽഹംദുലില്ലാഹ് ഖുർആനക അൽഹംദു എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. വേസ്റ്റ് ഇല്ല, ബോഡിയിൽ നിന്ന് വേസ്റ്റ് പോയി. അതെ 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 അതെ. ഇത് നമ്മളെ നശിപ്പിച്ചു. നമ്മളെ വലിപ്പത്തരത്തിന് വേണ്ടി അടയാളമായിട്ടാണ് നമ്മളെ വീട്ടിൽ എന്ത് കയറിയത്? ഈ യൂറോപ്യൻ കയറിയത്. കക്കൂസിന് അങ്ങനെ ഇരിക്കണമെന്ന് ഇപ്പം നിസ്കരിക്കാനും അങ്ങനെ വിചാരില്ല. പള്ളിയിലൊക്കെ കസേരയല്ലേ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പള്ളിയിൽ ഒരു കസേരല്ലേ. ഞാൻ വെല്ലുവിളിക്കാണ് കേരളക്കാരെ. ഒരു 50 കൊല്ലം മുമ്പ് കസേരട്ട് ഒരാൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചത് കണ്ടത് നിങ്ങൾക്കറിയോ? എൻ്റെ ഓർമ്മയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് പള്ളി കസേരയില്ല. ഇന്ന് പള്ളിയിൽ എത്ര കസേരയാണ്? വയസ്സന്മാരായ വയസ്സന്മാർ നിസ്കരിക്കുന്നത് എങ്ങനെയാണ്? കസേരട്ടിട്ട് ഒരു കക്കൂസ് പോകണമെന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കക്കൂസിൽ അങ്ങനെ പോകുമ്പോൾ നിസ്കരിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ കക്കൂസ് നിസ്കാരമൊക്കെ ഒരുപോലെ. കസേരട്ട് നിസ്കരിക്കും, കസേരട്ട് ഇത് അങ്ങനെയല്ലേ പറയാം. അപ്പം നമ്മളെ ബോഡി ക്ലീനാവും. പ്രത്യേകിച്ച് ഇത്തരം വിഭവങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അതിൽപ്പെട്ടൊരു വിഭവമാണ് എന്ത്? ഇടിച്ചക്ക. ഇടിച്ചക്കൊക്കെ കഴിച്ച് പിന്നെ അത് കുറഞ്ഞ നേരം കൊണ്ട് പോവും. ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഇത് ജീർണിച്ചു. മനസ്സിലായി പറഞ്ഞു. പിന്നെ കക്കൂസിലാണ് പോയ റാഹത്ത്. ആ ബോഡിയുടെ കരുത്ത് എത്രയാണ്? അപ്പോൾ ഇതെന്നെ നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെ നമ്മളുടെ ഘടനയിൽ വന്ന നമ്മളിതൊക്കെ നശിപ്പിച്ചു. എല്ലാം നമ്മൾ നശിപ്പിച്ചു. നമ്മൾ ഈ ആധുനികത കൊണ്ടുവന്ന് നമ്മുടെ ബോഡിയെ നമ്മൾ നശിപ്പിച്ചു. മലബന്ധം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇടിച്ചക്കക്ക് കഴിയും. കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കും. എന്ത്? ഇടിച്ചക്ക. ദഹന പ്രക്രിയ കൂട്ടും. അതേപോലെ തന്നെ ഹാർട്ട് ഹെൽത്ത്, അതായത് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കും. എന്ത്? ഇടിച്ചക്ക. ഇടിച്ചക്കയുടെ പ്രത്യേകത ഫാറ്റ് തീരെയില്ല, കൊഴുപ്പില്ല. ഫാറ്റ് എന്ന സാധനമേ ഇല്ലാത്തതാണ് എന്ത്? ഇടിച്ചക്ക. ശരീരത്തിലെ അഗ്നി ഉയർത്തും. അതുകൊണ്ട് നല്ല ദഹനം ഉണ്ടാവും ഇടിച്ചക്ക കഴിച്ചാൽ. ശരീരത്തിലെ ഫാറ്റ് തീരെയില്ല. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും ഇതിലെ ഘടകങ്ങൾ സഹായിക്കും. ഇത് ഹൃദയാഘാത സാധ്യത ഇല്ലാതെയാക്കും. അതായത് ഹാർട്ട് അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ ഒരിക്കലും ഇടിച്ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഉണ്ടാവില്ല. ഒക്കെ ഇന്ന് കഴിയില്ല. ഇന്ന് കൊല്ലത്തിൽ ഒരാഴ്ചയിൽ ഇടിച്ചക്ക കഴിക്കണം എന്ന് വിചാരിച്ചാൽ ഇന്ന് കിട്ടാനില്ലേ സാധനം. ഇതൊക്കെ നമുക്ക് വളർത്താലോ? എന്താ അതൊന്ന് വളർത്തിയാൽ? ഇപ്പോൾ ഒരു ചക്ക, എന്നും ചക്ക ഉണ്ടാവുന്ന പ്ലാവുകൾ കിട്ടാനുണ്ടല്ലോ. എന്താ അതൊക്കെ ചെയ്താൽ? അതെ 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 അതൊക്കെ സൗകര്യങ്ങളില്ലേ? അത് വീട്ടിൽ വെക്കണം, അത് ഉപയോഗിക്കണം. ഈ ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കണം. എല്ലാം ഒഴിവാക്കണം. ആവശ്യമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കണം. വൻകുടലിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഇടിച്ചക്കയിലെ നാരുകൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഇത് കുടലിനെ ബാധിക്കുന്ന കൊളറക്ടൽ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസറാണ്. കൊളറക്ടൽ ക്യാൻസറിന് വരാനുള്ള സാധ്യതകളെ വലിയ തോതിൽ ഇല്ലാതെയാക്കും. പ്രതിരോധ ശക്തി കൂട്ടും. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി, ഇടിച്ചക്കയിൽ വിറ്റാമിൻ സി,
വിറ്റാമിൻ എ എന്നിവ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ശരീരത്തിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കാൻ സംരക്ഷിക്കാൻ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് പ്രത്യേകമായി കഴിയും. ഇടിച്ചക്ക കഴിക്കും. എത്ര ഗുണങ്ങളപ്പോൾ പറഞ്ഞ്. ഇടിച്ചക്ക എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും. പല്ല്, എല്ല്, ഇതിൻ്റെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ എന്തിന് കഴിയും? ഇടിച്ചക്കക്ക് മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ വലിയ അളവിൽ ഇതിൽ നിന്ന് ലഭിക്കും. ഇടിച്ചക്ക തോരനായോ കറിയായോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇടിച്ചക്ക വേണമെങ്കിൽ കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് നമ്മൾ കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. നമ്മളെ നാട്ടിൽ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ ഉദാഹരണം, നമ്മളെ നാട്ടിൽ ചക്ക ഏത് കാലത്തൊരു വിഷയം. അപ്പോൾ ഉദാഹരണം പിന്നെ പൂള, കപ്പ, ഇത് നമ്മൾ ഉണക്കി സൂക്ഷിച്ചിരുന്ന പോലെ പഴയ കാലത്ത് എന്ത് സൂക്ഷിച്ചിട്ടുണ്ട്? ചക്ക. ഒരു കൊല്ലത്തിൽ സീസൺ മാത്രം ഉണ്ടാവുന്നതാണ്. മറ്റ് സീസണിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണക്കി സൂക്ഷിക്കും. ആ മഞ്ചൽ സൂക്ഷിക്കും, ഉണക്കി സൂക്ഷിക്കും. അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം ആ വിഭവം എന്നും നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നും ആ വിഭവം ലഭിക്കാൻ. ചക്കക്കുരു, ചക്കച്ചുള പിന്നെ എന്ത് ചെയ്യും? അത് എടുത്തിട്ട് ചക്കച്ചുള ഉണക്കിയിട്ട് പത്തായിട്ട് സൂക്ഷിക്കും. പഴയകാലം നല്ലോണം ഉണക്കും, സൂക്ഷിക്കും. എന്നിട്ട് എടുത്തിട്ട് പിന്നെ എന്താ ചെയ്യുക? വെള്ളത്തിലിടും. കുറേ നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ കറിയാക്കും. പൂള നമ്മൾ ഉണക്കി സൂക്ഷിക്കും. എന്നിട്ട് കുറേ നേരം വെള്ളത്തിലിട്ടാണ് കറിയും കൂട്ടാനും ഒക്കെ. എല്ലാ കാലത്തും വിഭവം കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് പഴയകാലത്തെ ഭക്ഷണങ്ങൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ചക്ക ഒരു വല്ലാത്ത സാധനമാണ്. ചക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ഫ്രൂട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് എന്ത്? പഴമാണ് എന്ത്? ചക്ക. ഒക്കെ അത്ഭുതമായ വിഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ഭുതമാണ്. ഞാൻ പറയുന്നത് 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പഠനം നടന്നൊരു വിഭവമാണ് എന്ത്? ചക്ക. ആരൊക്കെ? ഓക്സ്ഫോർഡിൽ എത്ര പഠന റിപ്പോർട്ടുകൾ? ഓക്സ്ഫോർഡിൽ, കേംബ്രിഡ്ജിൽ, മനസ്സിലായി, ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ വിവിധങ്ങളായ സർവകലാശാലകൾ ഏറെ പഠനം നടത്തിയ, എന്നാൽ അവർക്കില്ലാത്തതും നമുക്ക് നിറച്ചുള്ളതും. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ മതി. നമ്മൾ തയ്യൊന്നും വേണ്ട, ചക്കക്കുരു വെറുതെ മുളക്കും. അതൊന്ന് കുഴിച്ചിട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ഇനി ഇപ്പോൾ ഫാമിൽ നിന്ന് കിട്ടാനും ഉണ്ട്. അത് പുതിയതായിക്കോട്ടെ, എന്നാലും ഉപയോഗിച്ചോളി. അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, അതിന് ഈ ഫാമിലുണ്ടാക്കുന്ന ചക്ക പ്ലാവിൻ്റെ തൈനൊരു വേറൊരു ഗുണമുണ്ട്. അതായത് ഒരു 5 സെൻറ്റ് ഭൂമിക്കാരനും ഒരു 4 or 5 വെക്കാൻ പറ്റും. അതേ സമയത്ത് നാടനാകുമ്പോൾ 1 പറ്റുള്ളൂ. നാടൻ പടക്കാരൻ കിട്ടി വരും. അപ്പോൾ ഒരു വലിയ കാനിലുണ്ടാവും. അതെ. അപ്പം നല്ല മനസ്സിലാണ് പറയുന്നത്. ഇഷ്ടംപോലെ കാനലുണ്ടാക്കും. പഴയ പ്ലാവുകൾ നമ്മൾ മൂത്തേടത്തെപ്പോഴത്തൊക്കെ ഞാൻ തിരക്കണില്ല. അവിടെയൊക്കെ ഇഷ്ടംപോലെ ഭൂമിയുള്ളവരുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മളെ 5 സെൻറ്റ് 10 സെൻറ്റ് ഭൂമികളാണല്ലോ കൂടുതലുള്ളത്. അവർക്കൊരു 3 or 4 പ്ലാവിൻ്റെ പുതിയ തൈ വെച്ചാൽ അത് വല്ലാതെ പടക്കാരം കിട്ടി വരില്ല. അത് വേണമെങ്കിൽ മറ്റേ പോളിത്തീൻ കവറിൽ അല്ലേ, അതിനുള്ള സൗകര്യം വരെ ഇന്നുണ്ട്. അത് പോകുമ്പോഴത്തേനും അടുത്ത് വെച്ചാൽ മതി, അതിന് ചക്ക കിട്ടും. ചെറിയ പെട്ടെന്ന് കഴിക്കും. ആ വിഭവം തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുള്ള എന്ന നാട്ടിൽ തന്ന ഖൈറാണ് ചക്ക. ഇത് ഖൈറുള്ള, ഇതാണ് കേരളം. ഖൈറുള്ള, അറബികൾ ഈ നാട് കണ്ടപ്പോൾ ഖൈറുള്ള, ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖൈറാണെന്ന് പറഞ്ഞു. അതിൽ നിന്നുണ്ടായ വാക്കാണ് എന്ത്? കേരളം. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമാണ് എന്ത്? ചക്ക പോലെ ഒരു വിഭവം ലോകത്ത് എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഓരോന്നിനും പറഞ്ഞുതരും. കുരുമുളകിൻ്റെ ഗുണം, പിന്നെ അതേപോലെ തന്നെ മത്തൻ, കുമ്പളം, ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഗുണങ്ങൾ, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ, അതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൃഷി ചെയ്യണം. 10 സെൻറ്റുള്ളവനും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങാതിരിക്കുക, പച്ചക്കറി വാങ്ങാതിരിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് പണിക്ക് പോകുന്ന ഒരാളെ പറ്റി ചോദിച്ചാൽ, എൻ്റെ മമ്മതയെ പണിക്ക് പോവുകയാണോ എന്ന് ചോദിച്ചാൽ പറയാം, വേഗം അന്നത്തെ ആളുകൾ പറയാനുള്ളത് ഉപ്പും മുളകും വാങ്ങേണ്ടതാണ്. മനസ്സിലായില്ല? പഴയ കാലത്ത് ഒരാൾ പണിക്ക് പോകേണ്ട എന്നൊരാളെ പറ്റി ചോദിച്ചാൽ അയാൾ പറയാം, പോകാതിരിക്കണം, എങ്ങനെ? ഉപ്പും മുളകും വാങ്ങേണ്ടത്. ഒരു വീട്ടിലേക്ക് വാങ്ങേണ്ട ആകെ സാധനത്തിനാണ് ഉപ്പും മുളകും.
മുളക് പറഞ്ഞാൽ മറ്റേ ചുവന്ന മുളക്, ഉപ്പ്, ബാക്കിയൊക്കെ വീട്ടിലുണ്ടാവും. നെല്ല് 1 2 3 4 കണ്ട് പാടുണ്ടാവും ഏകദേശം വീടുകൾക്കൊക്കെ. ബാക്കിയുള്ളവർക്ക് കൊയ്ത്തും മറ്റുമൊക്കെ ഉണ്ടാവും. പിന്നെ എവിടെ പോയാലും എന്ത് കിട്ടും, ഒരു പണിക്ക് പോയാലും നെല്ലോ അരിയോ കിട്ടും. മനസ്സിലാവുണ്ട് പറഞ്ഞ ചിന്തിക്ക്. ആകെ വാങ്ങേണ്ട സാധനം ഉപ്പും മുളകും പഴയ കാലത്ത്. ഇന്നിപ്പോൾ എല്ലാം വാങ്ങേണ്ടി വരും. എല്ലാ വിഭവങ്ങളുണ്ടായിരുന്നു. ഒരു കുറഞ്ഞ ഭൂമിയിൽ താമസിക്കുന്ന ഒരു കിണറിൻ്റെ ചുറ്റുഭാഗത്തും വെണ്ടക്ക ഉണ്ടാവും, കൈപ്പങ്ങ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മുളക് പറഞ്ഞാൽ പച്ചമുളക്, കാന്താരി മുളക്. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താ? കാന്താരി കേരളത്തിൻ്റെ മുതലാണ്. കേരളത്തിൻ്റെ മുതല. നൂറ്റാണ്ടുകൾ നമ്മൾ സംരക്ഷിച്ച മുളകാണ് എന്ന്. ഇന്നിപ്പോൾ കേരളക്കാർക്ക് കാന്താരി മുളക് കിട്ടണമെങ്കിൽ 250-300 രൂപ കൊടുക്കണം കാന്താരി മുളകിന്. എന്ത് നാട്ടിൽ നിന്ന് എടുത്തു പോയി? പഴയ കാലത്ത് കാന്താരി മുളക് എന്ന് പറഞ്ഞാൽ ചെറിയ ഈ കാന്താരി മുളകിൻ്റെ തൈ വെച്ചാൽ ഇലയേക്കാൾ കൂടുതൽ മുളകുണ്ട്. ചിരാമുളക് അല്ലേ? ഓർമ്മല്ലേ? അതെ 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 കാന്താരി മുളക് ഭയങ്കര ഭംഗിയാണതിന്. അതിന് ഔഷധ ഗുണം വളരെ വലുതാണ്. കൊളസ്ട്രോൾ പോലത്തെ എല്ലാം ഇല്ലാതെയാക്കും നമ്മളെ ചീരാമുളക്. അതൊക്കെ ഒരു കിണറ്റിൻ്റെ കരിയിൽ ഒരു 3-4 തൈ ഉണ്ടായാൽ ആ വീട്ടിലേക്ക് പുറത്ത് പച്ചമുളക് വാങ്ങേണ്ടതില്ല. എന്താ അതിൻ്റെ ഔഷധ ഗുണം? ഈ ചീരാമുളകിൻ്റെ ഔഷധ ഗുണം, ചീരാമുളക് എന്നല്ലേ പറയാം, അതിൻ്റെ ഔഷധ ഗുണം എത്രയാണ്? അതൊക്കെ ഇന്ന് നമ്മൾ ചെയ്യൂല. ഒരു തൈ 4 തൈ ഉണ്ടായാൽ മതി. ഒരു ചീരാമുളകിൻ്റെ 4 തൈ ഉണ്ടായാൽ ഒരു പുരക്കാർക്ക് പച്ചമുളകാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റേ വലിയ മുളകും വലിയ പച്ചമുളകുണ്ട് കിണറ്റിൻ കരയിൽ ഇങ്ങനെ ഞെട്ടി തൂങ്ങി അങ്ങനെ കിടക്കും അല്ലേ? ഇന്ന് പറിച്ചു വന്ന് ഇന്ന് കറിയിട്ടാൽ നാളെ ചെന്നാൽ നാളെ ഉണ്ടാവും. എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചോറ് പിന്നെ അടുപ്പത്തിട്ടിട്ട് ഒരു ചെറിയ ഒരുത്തരപ്പൊന്ന് കറി കത്തി കൊണ്ട് ഇമ്മണ്ട് ഇറങ്ങുക. പിന്നെ അമ്മ അങ്ങനെ പോയി വരുമ്പോഴത്തേന് അന്ന് കറി വെക്കാനുള്ള സാധനമൊക്കെ ആ തൊടുന്ന് ഇങ്ങനെ കൊണ്ടുവരും. മനസ്സിലാവുണ്ട് പറഞ്ഞതൊക്കെ ചിന്തിക്കണം. ഇപ്പം നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് പൊണ്ണം വാഴ. ഉമ്മ വെച്ചത്. ഉമ്മ 2021 മരിച്ചു. ഇപ്പോഴും പൊണ്ണം വാഴ ഉണ്ട്. പിന്നെ നമ്മൾ പറിച്ചിട്ട് നട്ടിട്ട് പോലുമില്ല. അത് പൊണ്ണം വാഴ പറഞ്ഞാൽ കറിവാഴക്കാണ്. കറിയും തോരനും ഉണ്ടാക്കാൻ കൂട്ടാനുണ്ടാക്കാൻ ഉപയോഗിക്കും. ഭയങ്കര ഔഷധ ഗുണമായി. മനസ്സിലായി നിങ്ങൾക്ക്? എന്തല്ല പൊണ്ണം വാഴ എന്നല്ലേ പറയാം? പൊണ്ണം വാഴ നമ്മളാട്ടാ പറയാം. എനിക്കത് മനസ്സിലായിട്ട് പറയും. നേന്ത്രവാഴ അല്ലടോ. അതെ അങ്ങനെ കായ വരും. അത് പഴുക്കൂല. പഴുക്കലല്ല. ചിലപ്പോൾ പഴുക്കാറുണ്ട്, പക്ഷെ പഴുക്കലല്ല. അതിൻ്റെ എന്താണ്? കൂട്ടാൻ വെക്കുക. രാവിലത്തെ 10 മണിൻ്റെ കുത്തരിൻ്റെ ചെറിയ അരിൻ്റെ കഞ്ഞിക്ക് കൂട്ടാനായി ഉപയോഗിക്കും. എന്ത്? ഈ വാഴക്ക. എന്താ അതിൻ്റെ രസം? അതൊന്ന് തൂമിച്ചുകൊണ്ട് ചെയ്താൽ എന്താ അതിൻ്റെ രസത്തെ? ഒരു ചീഞ്ഞ പഴുക്കും. അത് പഴുക്കണ്ട ഇതല്ല. ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതന്നെയാണ്. എന്ത്? നേന്ത്രക്കായൻ്റെ പച്ചക്കായ. നേന്ത്രക്കായ പാകമാകാത്തതാണ് ഇന്ന് പച്ചക്കായ ആണ് മാർക്കറ്റിൽ വിൽക്കുന്നത്. അതല്ല കറിക്കായ. അതല്ല കറിക്കായ. പൊണ്ണങ്കായ. അത് പഴുക്കൂല. പഴുക്ക ചീഞ്ഞു. എനിക്ക് വലിയ ഔഷധ ഗുണങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള മുതലുകളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടുവളപ്പിൽ 5 സെൻറ്റ് 10 സെൻറ്റ് ആണെങ്കിലും നമുക്ക് ആവശ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ പെണ്ണുങ്ങൾക്ക് കുറച്ച് ബോധം ഉണ്ടാകണം. ഇതൊക്കെ നമ്മളെ വീട്ടിലെ ആവശ്യമാണ്. നമ്മളെ സിസ്റ്റം കുറച്ച് വെണ്ണൂറും കുറച്ച് വളപ്പൊടിയൊക്കെ ഒന്ന് വെച്ചു. വെണ്ണൂറ് വളപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം അതിൻ്റെ സമയമാണ്. എല്ലാം പെട്ടെന്നുണ്ടാകും. മെയ് മാസത്തിൻ്റെ അവസാന ഭാഗമാണ് കേരളത്തിലെല്ലാം മുളക്കാൻ കരുത്തോട് കൂടി മുളക്കാനുള്ള സമയം. മെയ് മാസത്തിൻ്റെ അവസാന ഭാഗം വരും. മെയ് 10 ശേഷം മെയ് 30 ഇടയിൽ എന്നെ കുഴിച്ചിട്ട് എന്തും പെട്ടെന്ന് വളരും. പിന്നെ ഇപ്പം അതിന് മണ്ണ് കയറ്റി കൊടുക്കും. കുറച്ച് വളപ്പൊടി, മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വളപ്പൊടി മണ്ണ് വളപ്പൊടിയും വെണ്ണൂറ് ഒന്നിങ്ങനെ മണ്ണേറ്റി കൊടുക്കും. ഒക്കെ പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്ന പണിക്കാരെ കൊണ്ട് ചെയ്യരുത്. ചെറിയൊരു കൈക്കൂട്ട് പൊരിയിലുണ്ടാവും. എന്നാൽ പിന്നെ അരിക്ക് മാത്രമേ ഉള്ളൂ പുറത്തു കൊണ്ട് ആവശ്യമുള്ളൂ. അതിപ്പോൾ ഈ കേരളത്തിന് ഇന്നത്തെ സാഹചര്യം, പണ്ട് അതിനും പോകണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ വിചാരിച്ച കഴിയും. ഞാൻ നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ ജനങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ സർക്കാർ ശ്രദ്ധരായിട്ടില്ലെങ്കിൽ ലോകത്തെ എല്ലാ കമ്പനികൾക്കും ഇവിടെ വന്ന് പൈസ കൊണ്ടുപോകും. അപ്പോൾ അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തത് കോഴിക്കോട്ട്. ആശുപത്രികൾ പറഞ്ഞു.
അമേരിക്കൻ കമ്പനികൾ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ട്. കേരളത്തിൽ കോടാനക്കോടി, ആയിരക്കണക്കിന് കോടിയാണ് കേരളത്തിൽ മെഡിസിൻ രംഗത്ത് അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇനി ഏറ്റവും കൂടുതൽ രോഗികളുടെ സാധ്യതയുള്ളത് കേരളമാണ്. എല്ലാം ഒരാശുപത്രി കണ്ട എല്ലാം 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 ഒരാശുപത്രി പ്രത്യേകം പറയേണ്ട എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം ഇന്ന് അമേരിക്കൻ കമ്പനികളുടേതാണ്. എല്ലാം എല്ലാം എനിക്കറിയാം. ഞാൻ പേര് പറയാതിരിക്കാൻ ഞാൻ ഒരിക്കലും വിഷമം വേണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ പോകുന്ന ആശുപത്രികളെല്ലാം നിങ്ങളുടെ നാടിൻ്റെതുമില്ല, അമേരിക്കയുടേതാണ്. വലിയ ആശുപത്രിയൊക്കെ അവർ എന്തൊക്കെ ഉണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം എന്താ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യത. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ രോഗികളിൽ. എന്തെങ്ങനെ വന്നു? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ബിരിയാണി മന്തിയും വേണം, അതല്ലാതെ ഒരു വർത്താനം തന്നെ ഇല്ല. എല്ലാ കാര്യത്തിനും നമുക്ക് വന്നുപോയി. എല്ലാ കാര്യത്തിനും ഇപ്പോൾ 10 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ ഒരു 10-15 കിലോ ഇറച്ചി ഉണ്ടെങ്കിൽ 500 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം പഴയ കാലത്ത്. ഇപ്പം ഇന്നലെ ഇവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തിൽ അഭിപ്രായക്കേടുണ്ടായിട്ടുണ്ട്. ഇറച്ചി ഏറ്റവും കുറക്കണമെന്ന് വാശി പിടിച്ചാൽ ഞാനാണ്. അതേ സമയത്ത് അഭിപ്രായക്കേടുണ്ടായി. പിന്നെ ഞാൻ ഒരു അഭിപ്രായത്തിന് വിട്ടുകൊടുത്തു. എന്താ കാരണം? ഞാൻ മനസ്സിലാക്കണ ഇറച്ചി വെക്കൽ എന്താണ്? അതിലിഷ്ടം പോലെ കായ കൂട്ടണം, എന്നാൽ കേടുണ്ടാവില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരങ്ങ ഉപയോഗിക്കാതെ ഇറച്ചി വെച്ചിട്ടില്ല. നമ്മളത് ദാരിദ്ര്യത്തിൻ്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇറച്ചിയിൽ കുമ്പളങ്ങി ചിരങ്ങയിടൽ നമ്മൾ ദാരിദ്ര്യത്തെ കണക്കാക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരങ്ങ ഉപയോഗിക്കാതെ ഇറച്ചി വെച്ചിട്ടില്ല. അപ്പോൾ ഇറച്ചിയിൽ എന്തുപയോഗിക്കണം? ഇറച്ചിയുടെ കേടുമ്പോൾ തീരും. കാരക്ക കഴിക്കുകയാണെങ്കിൽ, ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി കക്കരി ഉപയോഗിക്കും. ഒന്നിൻ്റെ ചൂട് മറ്റേ തണുപ്പുമ്പോൾ പോവും. കൂട്ടിയ കഴിക്കാം. അതാണ് റസൂലുള്ളാഹിന്റെ ശൈലി. അതായത് കക്കരിയിൽ തണുപ്പുണ്ട്, ഈത്തപ്പഴത്തിൽ ചൂടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ മനസ്സിലായില്ലേ, ശരീരത്തിൻ്റെ മെറ്റബോളിസം നിയന്ത്രിക്കാൻ ഇതിന് കഴിയും. അപ്പോൾ ഈ ജാതി രീതികളൊക്കെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു 15 കിലോ 20 കിലോ ഇറച്ചിട്ടുണ്ടെങ്കിൽ 500 ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം. ഇന്ന് ഇപ്പം ഇവിടെ എന്താ അവസ്ഥ? പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കാം, അങ്ങനെ വേണമെന്നാണ് ഒരു പറയുന്നത്. ജനങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തുന്ന ഒരു പരിപാടിക്ക് വരുന്നത് തിന്നാൻ വരും. എന്താ അപ്പം അതിനെക്കുറിച്ച് കിഴങ്ങിട്ടാൽ? ആട്ടിറച്ചിയിൽ കിഴങ്ങിടാൻ പൂളടണം. ഞാൻ പോയി പൂളടാൻ പറ്റില്ല. ഭക്ഷണത്തിന് ടൈറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ് എൻ്റെ പൂള. നല്ല സാധനമാണ്, നല്ല പൂള, പച്ചപ്പൂള വരും. വളരെ ഗുണമാണത്. ഇതിപ്പോൾ ദാരിദ്ര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 150 ആളുകൾക്ക് ഒരു 5 കിലോ ഇറച്ചി ഉണ്ടായാൽ മതി. ബാക്കിയൊക്കെ ഇത്തരം സാധനം ഇറച്ചിക്ക് കേടും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ഈ 970 ശേഷം വന്നത്. എന്തുകൊണ്ട്? ഇറച്ചി വാങ്ങാൻ തന്നെ നമുക്ക് ഗൾഫിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ കിട്ടിയപ്പോൾ നമ്മളെ പഴയ രീതികളൊക്കെ നമ്മൾ മറന്നു. കുമ്പളങ്ങ ഇടാതെ ഇറച്ചിൻ്റെ ഇപ്പോൾ തറവാട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. ആ കുമ്പളങ്ങ കഷ്ണത്തിന് ഇറച്ചിൻ്റെ സ്വാദുമാണ്. ഇറച്ചിലിട്ട കുമ്പളങ്ങ കഷ്ണത്തിൻ്റെ സ്വാദ് ഭയങ്കര സ്വാദല്ലേ. കാരണം കുറേ നേരം കൊണ്ട് ഈ കുമ്പളങ്ങ എന്ത് കുടിക്കും? ഇറച്ചിയെ കുടിക്കും. ഇറച്ചിക്ക് കുമ്പളങ്ങൻ്റെ സ്വഭാവം ഉണ്ടാവും, കുമ്പളങ്ങക്ക് ഇറച്ചിയുടെ സ്വഭാവം ഉണ്ടാവും. ഏതാ അതിൻ്റെയൊക്കെ രസം? ഇതൊക്കെ നമ്മളെ പുതിയ കാലത്ത് ഗൾഫ് കൊണ്ടുവന്ന സമൃദ്ധിയിൽ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ആരോഗ്യം നിശ്ചയിച്ച ലോകത്തെ ഏറ്റവും വലിയ ആ രോഗികളുടെ കേന്ദ്രമായി പോയി എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ പഴയ കാല നന്മയിലേക്ക് തിരിച്ചു പോകണം ഇൻഷാ അല്ലാഹ്. ഓരോ വിഭവങ്ങളുടെയും പ്രത്യേക ഗുണങ്ങളെ ഇൻഷാ അല്ലാഹ് എൻ്റെ ക്ലാസ്സുകളിൽ പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗല വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضلي صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه.